ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയുടെ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് അർദ്ധവാർഷിക സമ്മേളനം പെരിന്തൽമണ്ണ IMA ഹൗസിൽ വെച്ച് ജൂൺ 8 മുതൽ 9 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർക്കായി മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ആരംഭിക്കും. മാനസികാരോഗ്യ ചികിത്സാ രംഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന വികലമായ ധാരണകളും അജ്ഞതകളും ദൂരീകരിക്കുന്നതിനും യുവതലമുറയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുമൂലം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും അതിനുള്ള ശാസ്ത്രീയമായ പരിഹാര നിർദ്ദേശങ്ങൾ, വിദ്യാർത്ഥികളിൽ സമീപകാലത്ത് കണ്ടുവരുന്ന ഇന്റർനെറ്റിന്റെ അമിതമായ ഉപയോഗവും അതുമൂലം അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പഠനേതര പ്രവർത്തികളിലെ പിന്നോക്കാവസ്ഥ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ, ലൈംഗികതയുമായി ബന്ധപ്പെട്ട് സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള ശാസ്ത്രീയമായ പരിഹാരങ്ങൾ, ലൈംഗിക സാക്ഷരതയുടെ പ്രാധാന്യം, ആരോഗ്യകരമായ ലൈംഗിക മനോഭാവം വളർത്തിയെടുക്കുന്നതിന്റെ ആവശ്യകത എന്ന് തുടങ്ങി ഏറ്റവും കാലിക പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് നടക്കും. നമ്മൾ ഇപ്രാവശ്യം ജൂൺ 8, 9 തീയതികളിൽ വെച്ചിട്ട് പെരിന്തൽമണ്ണ IMA ഹാളിൽ വെച്ചിട്ടാണ് മലപ്പുറം സൈക്യാട്രിക് ഗിൽഡാണ് ഇപ്രാവശ്യം ഈ അർദ്ധവാർഷിക സമ്മേളനം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി 8-ാം തീയതി മാനസികാരോഗ്യ വിഷയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ സൈക്യാട്രിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അത് JPHNs, ആശാ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്കൂൾ ഹെൽത്ത് കൗൺസിലേഴ്സ്, മാനസികാരോഗ്യ രംഗത്ത് നിലനിൽക്കുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന പലവിധ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി, പിന്നെ സമൂഹത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം കോവിഡാനന്തര കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അഡോളസെൻ്റ് യങ്ങർ പോപ്പുലേഷൻ്റെ ഇടയിൽ സബ്സ്റ്റൻസ്, അതായത് പലവിധ മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്നുണ്ട്. അതുമാത്രമല്ല പുതിയ തരം ലഹരികൾ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുമൂലം ഉണ്ടാവുന്ന സാമൂഹ്യ സാമ്പത്തികമായ അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഇഷ്യൂസ്, അതേപോലെ തന്നെ യങ്ങർ ജനറേഷൻ്റെ ഇടയിലുള്ള സൂയിസൈഡ്, അങ്ങനെ പുതിയ തരം ലഹരികൾ, ഇന്റർനെറ്റ് പോലെയുള്ള അഡിക്ഷൻസ്. അപ്പം ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യണം, അതിലെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ അഡിക്ഷന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വിശദമായ ക്ലാസ്സാണ് അന്ന് സംഘടിപ്പിക്കുന്നത്. അത് ഈ ആശ, അംഗൻവാടി, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, സമൂഹത്തിൽ കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, പൊതുസമൂഹത്തിൽ ഇറങ്ങി അത്തരം എന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആൾക്കാരെ തിരിച്ചറിയുന്നതിനും അവർക്ക് ചികിത്സ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഡോക്ടർ രഘുറാം, ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ നസ്ല എന്നീ വിദഗ്ധരായ സൈക്കാട്രിസ്റ്റുകൾ ക്ലാസിന് നേതൃത്വം നൽകും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത JPHN അംഗൻവാടി അധ്യാപകർ, ആശാ പ്രവർത്തകർ, സ്കൂൾ കൗൺസിലേഴ്സ് എന്നിവർക്ക് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടി ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിക്കും. IPS കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ജയപ്രകാശ് KP, DMO ഡോക്ടർ രേണുക എന്നിവർ മുഖ്യാതിഥികളാവും. വൈകിട്ട് 6 മണിയോടെ മലപ്പുറം സൈക്യാട്രിക് ഗിൽഡ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന കലാപരിപാടികൾ അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 8:30 തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിവിധ മനോരോഗങ്ങളുടെ നൂതന ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പ്രമുഖ ഫാക്കൽറ്റീസ് നടത്തുന്ന ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ ഏകദേശം 200ഓളം മാനസികാരോഗ്യ വിദഗ്ധർ പങ്കെടുക്കുന്നതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രഘുറാം, ഡോക്ടർ KA പരീത്, ഡോക്ടർ മുരളീധരൻ M എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.